അക്ഷയയിലെ പോയി ചോദിക്കൂ. അക്ഷയയിലാണത്, അക്ഷയയില കൊടുക്കൂ. അക്ഷയനോ? കുട്ടിയെ, നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യാണ്ട് ഇവിടെ വിളിച്ചു പറഞ്ഞ എങ്ങനെ നടക്കുക? നിങ്ങൾ കൃത്യമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ പേപ്പർ വരിക. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം ഉത്തരവാദിത്തത്തിൽ ജോലി ചെയ്യും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഈ ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ? നിങ്ങൾ ചെയ്തോ? ഞാൻ ചെയ്തു. പിന്നെ എന്ത് വിശ്വാസമില്ലാതെ? ശരിക്കും ഞാൻ എന്റെ റിപ്പോർട്ടൊക്കെ റെഡി ആക്കിട്ടാ വന്നേ. സാറിന് കാണോ? നോക്കൂ, നോക്കോ. ഉണ്ടോ സാറേ? ഇതെങ്ങനെയത്? അതെങ്ങനെയാന്ന് ചോദിച്ചാ എന്റെ കഴിവ്. സാറ് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണ ഒരു ജോലിക്കാരി ഞാൻ. ശമ്പളം മേടിക്കുന്നല്ലേ? അതിന്റെ ടെക്നിക്ക് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലേ. ടെക്നിക്ക് എങ്ങനെ പറഞ്ഞുതരാ? ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാ, അപ്പൊ ടാർജറ്റ് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. നമ്മളൊരു സഹപ്രവർത്തകരല്ലേ, ഒന്ന് പറഞ്ഞൂടെ? അതന്നെ സാറേ, വീട്ടിൽ പോവാ, ചോദിക്കുക, അളക്കുക, എഴുതുക, എന്നിട്ട് രാത്രി കുത്തിയിരുന്ന് എഴുതിയ റിപ്പോർട്ട്. അത് പോട്ടെ, ഞാൻ സാറിനൊന്ന് കണ്ടിട്ട് വരാവേ. എങ്ങനെ സാറേ? സാറേ, 3-4 ദിവസമായി ഞാൻ കയറി ഇറങ്ങി നടക്കുന്നു. ഇന്നെങ്കിലും നടക്കൂ. എന്തിനാ കയറി ഇറങ്ങി നടക്കണേ? വരുമാന സർട്ടിഫിക്കറ്റ്. എന്തിനാ? അമ്മയുടെ പെൻഷന് വേണ്ടിയിട്ടുള്ള. അതില്ലെങ്കിൽ മുടങ്ങിപ്പോന്ന് പറഞ്ഞു. അതെ, വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കണപ്പോ പെൻഷൻ കിട്ടണമെങ്കിൽ. അതിനെ വരുമാന സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇപ്പൊ നേരിട്ട് ഇങ്ങോട്ട് വരില്ല, അക്ഷയയില് പോണം. അക്ഷയയിലാണ് ഇപ്പൊ അപേക്ഷ ഒക്കെ കൊടുക്കേണ്ടത് കേട്ടോ. അവിടെ കൊടുക്കും. ഞാൻ അവിടെ പോയി 2 ദിവസമായിട്ട് ഞാൻ അവിടെയും പോയി. അപ്പൊ അവര് പറഞ്ഞത് ഇവിടെ അയച്ചിട്ടുണ്ട്, സാറ് വിചാരിച്ചാൽ നടക്കുന്ന. അതൊക്കെ അവര് പല തരത്തിലും ഞൊണ്ടി ന്യായം പറയാണ്. ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടിയിട്ടില്ല കേട്ടാ. അല്ല സാറേ, അവര് പറഞ്ഞത് സാറ് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിക്ക് ചെയ്താ എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ആവുന്നതാണ്. അത് അങ്ങനെ അങ്ങോട്ട് തോന്നുമ്പോ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്താ? അതിന് അവിടെ നിന്ന് ചിലങ്ങോട്ട് വരണം. അങ്ങനെ ഒരു സമയമുണ്ട്, ആ സമയത്ത് അത് ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ. നീ അവിടെ ചെന്നിട്ട് ആദ്യം അന്വേഷിക്കാൻ അങ്ങോട്ട് ചെല്ലേ. അല്ല സാറേ, ഞാൻ അവിടെ പോയതാ സാറേ. ആദ്യം അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ, എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചെല്ലേ. എന്തൊക്കെയാണ്? അല്ല, ചിലപ്പോ സാറിന് ക്ലിക്ക് ചെയ്ത് അവിടെ എല്ലാം തടഞ്ഞിരിക്കുന്നു അറിയാൻ വേണ്ടി ചോദിച്ചതാ. സാർ അക്ഷയ പോയി അന്വേഷിക്കണോ? ചെല്ലേ. ഒരു ക്ലിക്ക്, ഒറ്റ ക്ലിക്കല്ലോ സാറ് പറഞ്ഞിട്ടില്ലേ? സാർ, ഒരു ക്ലിക്കല്ലേ ചോദിച്ചോളൂ. ഇനി ഒരു കിക്ക് ആയിരിക്കും എനിക്ക് കിട്ടി. പണി പോയിട്ട് എന്താണ് സാർ ഇത്? ഭയങ്കര തലവേദന കേട്ടോ ഈ അക്ഷയും പെങ്ങളുടെ മൂടൊക്കെ. ആദ്യം ഇവിടെ വരുന്നവരെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ ഏതിനും അക്ഷയ, എന്നിട്ട് അവിടുന്ന് നേരം കേട്. കൊടുത്ത അങ്ങനെ മണ്ടോതിൽ രക്ഷപ്പെട്ട്. അതിന്റെ ഒരു അഹങ്കാരം മുഖത്തുണ്ടല്ലോ. എന്നാലും ആ ഐഡിയ ഞമ്മക്കൊന്ന് പറഞ്ഞു തന്നാ എന്താ പത്രം ചെയ്തോ? ഇതിലൊക്കെ എന്താ ഐഡിയ സാറേ? ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാ തന്നെ. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നില്ല നിങ്ങൾ പറയണേ? സാറൊന്ന് ഇന്ന് ഇറങ്ങി നോക്കിയേ. അല്ലേ, മണ്ടോതിരി ഇത് ആദ്യം കൊടുക്കണ്ടിരുന്നില്ല. മണ്ടോതിരി കൊടുത്ത സ്ഥിതിക്ക് ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇന്ന് കൊടുത്തു? ഒരുമിച്ച് കൊടുത്താൽ പോരെയോ? ഞാൻ കഷ്ടപ്പെട്ട് ടാർജറ്റ് അച്ചീവ് ചെയ്തല്ലേ, അപ്പൊ എനിക്ക് സാറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണ്ടേ? അല്ല, സാറിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെ ഇരിക്കുകയാണോ അതോ ഒന്നിന് മുക്കുപൊടി കിട്ടിയ പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണോ? അവിടെ പറഞ്ഞിരിഞ്ഞ നിൽക്കണ്ട്. ഓ, ഇതോ അപ്പൊ കലിപ്പില്ല. എന്തേ? എന്റെ വീടിന്റെ ലൊക്കേഷൻ സ്കെച്ചിനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. ഇതുവരെ സൈറ്റ് വിസിറ്റിന് വന്നില്ല. ആണോ? എന്താ പേര്? എന്റെ പേര് കൗസല്യ. എവിടെയാ താമസിക്കണേ? താമസം ഇവിടെ പാതാളത്താ സാർ. പാതാളത്തിലോ? അങ്ങനെ സ്ഥലം ഉണ്ടോ? പിന്നെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, കേട്ടിട്ടില്ല സാർ? എറണാകുളം ജില്ലയിലാണ്. ആണല്ലേ? അപ്പൊ സ്കെച്ച് കിട്ടണം അല്ലേ? അതെ. അവിടെ സൈറ്റ് വിസിറ്റിന് ആരും വന്നിട്ടില്ല അല്ലേ? ആരും വന്നില്ല. 3-4 തവണയായി ഞാൻ വരുന്നു. ആരും ഉണ്ടായിരുന്നില്ലേ? ഞാൻ ചോദിച്ചാൽ എന്നാ പിന്നെ സാറിന് നേരത്തെ പറഞ്ഞാ പോരായിരുന്നോ? മതിയായിരുന്നു. അതെ മാഡം, എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ സ്കെച്ചിനെ ഞാൻ അവിടെയാണ്. സൈറ്റ് വന്നിട്ടില്ല എന്നല്ലേ? അതെ. പാതാളത്തിലെ. ഞാൻ അവിടെ വന്നിരുന്നല്ലോ, പക്ഷെ അവിടെ ആരും കണ്ടില്ല.
അയ്യോ സാർ എന്നാ വന്നത്? ഞാൻ അറിഞ്ഞില്ല. സാറൊന്നും വിളിച്ചില്ലല്ലോ. അയ്യോ, ഞാൻ ആനി അമ്പാനി കൊട്ടും കുരുവൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം. അതെ, ഞങ്ങൾക്ക് ഒഴിവുള്ള സമയത്ത് ഞങ്ങൾ അവിടെ വരും. അപ്പൊ ആവശ്യമുള്ളവർ അവിടെ ഉണ്ടായിരിക്കണം. അവിടെ ആരും കണ്ടില്ല, ഞാൻ തിരിച്ചു പോന്നു. അതല്ല സാറേ, ആപ്ലിക്കേഷൻ എല്ലാം വെച്ചിട്ടുണ്ടേ. അപ്പൊ ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാ ഞാൻ ലീവ് എടുത്തിരുന്നേനെ. ആപ്ലിക്കേഷനൊക്കെ വെച്ചത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഞങ്ങൾ അവിടെ വന്നത്. അപ്പൊ അവിടെ ആരും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ കുറച്ച് തിരക്കുണ്ട്, 1-2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം. സാർ അപ്പൊ എന്നാ കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ 100 തിരക്കാണ് ഇപ്പോ. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരും. സാർ ഉപേക്ഷ വിചാരിക്കരുത്. ഞങ്ങൾ ആ ജോലിക്കല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ജോലികളില്ലേ. നമ്മുടെ വില്ലേജിന്റെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. അതിനിടയ്ക്ക് ഞാനൊരു സമയം ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് വരും കേട്ടോ. അവിടെ കാണണം. അപ്പോ സാർ അത് കിട്ടിയിട്ട് വേണം എനിക്ക് ലോണിന് അപ്ലൈ ചെയ്യാനേ, അതുകൊണ്ടാണ്. അതെ, അത് കിട്ടും. സമയമാകുമ്പോൾ കിട്ടും കേട്ടോ. തിരക്കൊഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. പൊക്കോളൂ, വരും. ശരി, 2 ദിവസം കഴിയുമ്പോൾ വന്നോളൂ. പോയിക്കോളൂ. പോകുമ്പോ സ്ഥലത്തും ഉണ്ടാവില്ല. അതിന്റെ ഒപ്പം വിളിച്ചിട്ട് കാണേണ്ട പോലെ കാണാം, അതുമില്ല. ആർക്ക് വേണ്ടിയിട്ടൊക്കെ. സാർ ശരിക്കും പോയാ? എവിടെ പോണു? അങ്ങനെ വിളിച്ചു പറഞ്ഞു നോക്കി ഒറ്റ അടിക്കാണ്ട് പോയ മനുഷ്യന്റെ വില പോവില്ലേ? ഇങ്ങനെ ആരുടെ ആവശ്യം? കാറായിട്ട് വരണം, എന്നിട്ട് കാണേണ്ട പോലെ കാണണം. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പൊ അത് പറഞ്ഞുകൂടായിരുന്നോ? എന്തെന്ന്? അവരെങ്ങനെ അറിയാ? അതൊക്കെ ഇങ്ങനെ 4 പ്രാവശ്യം കയറി ഇറങ്ങുമ്പോ അന്വേഷിക്കും, അപ്പൊ അറിയും. ഇങ്ങനെയൊക്കെ അല്ലേ പതിവ്. സാരാരം മോനല്ലേ. സാറേ, ഓഫീസറുണ്ടാ? അതുണ്ട്. അതെ, ചെറിയൊരു കോളുണ്ട്. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യട്ടാ. ഓഫീസറെ, ഞാൻ എത്ര വലിയ ഓഫീസറെ കണ്ടാണ്. ഒന്ന് റെഡിയാക്കി വെച്ചേര്. സാറേ നമസ്കാരം. ഇരിക്കൂ. ഞാൻ ഇതിനു മുമ്പ് വന്ന് സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓ, പ്യാരിജാതനല്ലേ? അതെ 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 അതെ. കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? വലിയ പഴയ പോലത്തെ ഒരു ഇതില്ല. ഇരിക്കൂ. ആ, എന്താ ഇപ്പൊ വന്ന കാര്യം? സാറേ, എന്റെ വീടിന്റെ അടുത്തേ മന്മഥൻ എന്ന് പറഞ്ഞിട്ട് ഒരാള്, ആള് പാവപ്പെട്ടവനാണ്. ശരി. മോളുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് ബാധ്യത വന്ന്. അപ്പൊ ഇപ്പൊ തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗമില്ല. അപ്പൊ പൈസയുടെ കുറച്ച് ആവശ്യം ഉണ്ടായി. അയ്യോ, അതിന് എന്റെ കയ്യിൽ ഇപ്പൊ സഹായിക്കാനായിട്ട് ഒന്നുമില്ല. ഞാൻ തന്നെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാ പോകുന്നു. ലോണൊക്കെയാ. അല്ല സാറേ, സംഭാവന ചോദിക്കാൻ വേണ്ടിട്ടല്ല. പിന്നെ ഈ മന്മഥനെ ഒരു ലോണിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മന്മഥന്റെ ആധാരത്തില് തണ്ടപ്പേര് മാറിയാ കിടക്കണത്. റീസർവേ കഴിഞ്ഞിട്ടും പഴയ ഓണറുടെ പേരാ കിടക്കണം. അപ്പൊ ആ തെറ്റൊന്ന് തിരുത്തി കൊടുത്താല് അയാൾക്ക് ആ ലോൺ കിട്ടിയ ബാധ്യതകളൊന്നും ഒഴിവാക്കായിരുന്നു. ഒരു കുടുംബം രക്ഷപ്പെടും. അത് ഇവിടെ ശരിയാക്കി കൊടുക്കാവുന്ന കാര്യമാണല്ലോ. നമുക്ക് ചെയ്യാവുന്ന പണിയാ. ഇത് അപേക്ഷ കൊടുത്തായിരുന്നു? അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വട്ടം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കുറെ നാളായി പുള്ളി കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ അപ്പൊ ഇത് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിപ്പോ ഈ RC ആണല്ലോ. അത് ശരി. അപ്പോ ഇദ്ദേഹത്തിന്റെ പേരെന്തോ? പേര് മന്മഥൻ. പുല്ലുപറി വീട്ടിൽ. അല്ല, തൊഴിലല്ല, വീട്ടുപേര്? അല്ല, വീട്ടുപേരാണ് പുല്ലുപറി വീട്ടിൽ അയ്യമ്പള്ളി. ശരി. ഓ, അപ്പൊ അത് കുഴപ്പമില്ല കേട്ടോ. ഇത് ഇനി എത്രയും പെട്ടെന്ന് ശരിയാക്കാം. അയ്യോ, അങ്ങനെ പെട്ടെന്ന് റെഡിയാക്കണ്ട സാറേ, പെട്ടെന്ന് റെഡിയാക്കണ്ട. അപ്പൊ ശരിയാക്കണം. ഒന്ന് ചവിട്ടി പിടിച്ചോ. എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ? അല്ല, ഇത് സഹായിക്കണം. ഇനി പെട്ടെന്നങ്ങാണ്ട് നടന്നു കിട്ടണമെന്ന് അയാൾക്ക് തോന്നരുതല്ല. ഒന്ന് ചവിട്ടി പിടിച്ച ചെറിയ ചില്ലറ കിട്ടാവുന്ന ഒരു സംവിധാനം അതിലുണ്ട്. ഞാനിപ്പോ ഈ റവന്യൂ കൺസൾട്ടന്റ് ആണല്ലോ. ഇതുപോലത്തെ നടക്കാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട്. അപ്പൊ നമുക്കൊരു ഗുണം, അവരുടെയും കാര്യം നടക്കും. അങ്ങനെയുള്ളൊരു. അപ്പൊ എനിക്ക് എത്ര കിട്ടും? 2 രൂപ മേടിച്ചു തരാം സാറിന്. ഓ, എനിക്ക് 2000. ഇത് ആരുടെ കയ്യിലായി? ആള് ഈ അപേക്ഷ കൊടുത്തത് ആരുടെ? ഇത് സുഗതൻ സാറിന്റെ അടുത്താ കൊടുത്തേക്കണ. സുഗതൻ സാറിനെ അറിയാം, ആളറിയാം. അപേക്ഷ സുഗതൻ സാറിന്റെ അടുത്താ കൊടുത്തത്. അപ്പൊ എല്ലാവർക്കും ഒരു സ്പ്രേ ചെയ്യാം നമുക്ക്. കുഴപ്പമില്ല, പൈസ കാര്യം കുഴപ്പമില്ല. ഇപ്പൊ ഒരു അഡ്വാൻസ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്ന് മിസ്റ്റർ സുഗതൻ, ഒന്ന് ഇവിടെ വരൂ കേട്ടോ.
സുഗതൻ സാറ് പലപ്പോഴും എനിക്ക് ചെയ്തു തരാറുണ്ട് ഇതൊക്കെ. ഉണ്ടല്ലേ? ആ പുള്ളി ചെയ്യും, പുള്ളി ചെയ്തു കൊടുക്കാനൊക്കെ മിടുക്കനാ. മറിമായം